ഞാൻ ഒരു ഓഗസ്റ്റിൽ ആ ഒരു സമയത്ത് ഞാൻ ഒരു റീൽ ഇട്ടിരുന്നു. അതായത് പാൻഡമിക് ബയോളജിക് വെയർ പാൻഡമിക് സീരീസ് ഓൺ ഹെഡ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു റിലാക്സ് ഫോർസ് എന്നുള്ള രീതിയിൽ ആ ഒരു സ്റ്റഡീസ് തുടങ്ങിയത് എത്തിപ്പെട്ടത് ഈ പറയുന്ന ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ ഉള്ളിലാണ്. ഈ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, എന്റെ 5% ആൾക്കാർക്ക് ഓൾറെഡി അറിയാം, ഈ പറയുന്ന ഡോക്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു റീല്, അതായത് ഓഫർ, അതായത് ഈ പറയുന്ന ടെസ്റ്റും കാര്യങ്ങളെല്ലാം 50% ഓഫ്, നിങ്ങൾ ഓപ്പറേഷൻ മാത്രം മതി അതിനും 50% ഓഫ്. അതായത് ഹ്യൂമൻ ബോഡി, അതായത് ഈ ഒരു ശരീരം, മനുഷ്യന്റെ ഏറ്റവും ഏറ്റവും വലിയ സമ്പത്താണ് ശരീരം. അതിലെ മാംസത്തിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി കടിപിടി ഹോസ്പിറ്റലുകാർ തമ്മിൽ. ഓക്കെ, ഓഫേഴ്സ് എന്ന് വെച്ചാൽ തന്നെ ബിസിനസിന്റെ ഏറ്റവും വലുത് കോമ്പറ്റീഷൻ കൂടി. ഓക്കെ, അതോടൊപ്പം തന്നെ റോഡ് സൈഡ് എല്ലാം നോക്കുമ്പോൾ ഈ ഹോള് ആ ഹോള് ഈ ഹോള് എന്നൊക്കെ പറഞ്ഞ് ആ കാല്, മുട്ട്, കൈ, കാല്, തലച്ചോറ് എല്ലാത്തിനും പരസ്യങ്ങൾ. അതോടൊപ്പം തന്നെ ആ ക്യാൻസർ, ഈ ക്യാൻസർ, സ്ട്രോക്കിന് വേറെ പരസ്യങ്ങൾ, അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേറെ. പിന്നെ നോക്കുമ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസും. ഓക്കെ, ഹോസ്പിറ്റൽസ് അറിയാം, ഓരോ ദിവസം കൂടുമ്പോൾ ഒരു ബ്രാഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന, ഞാൻ ഈ ഇടക്കിടക്ക് ഓക്കെ പറയുന്നുണ്ട്, കാരണം ഇവിടെ ഒന്നും ഓക്കെ അല്ല. ഓക്കെ, അപ്പൊ എല്ലാം ഓക്കെ ആക്കാൻ വന്നൊരാളാണ് ഞാൻ. അപ്പൊ എല്ലാത്തിന്റെ ഒപ്പം ഓക്കെ ഉണ്ടാവും. ഓക്കെ, അത് സഹിക്കുക. കാരണം എല്ലാം ഓക്കെ ആകുമ്പോൾ ഞാൻ ഈ ഓക്കെ വർത്താനും പെർഫെക്റ്റ് ആയിട്ട് നിർത്തും. ഓക്കെ, അപ്പോ ഈ പറയുന്ന മെഡിക്കൽ ഷോപ്പുകളും ഈ പറയുന്ന ഡയഗ്നോസിസ് സെന്ററുകളും ഇതെല്ലാം മാത്രമേ ഇവിടെ ഉള്ളൂ. അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ്, വേസ്റ്റ് ആയിട്ടുള്ള അഴുക്കായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന കുറെ ഭക്ഷണശാലകൾ, അല്ലെ, KFC, പിസ്സ ഹട്ട്, ഇതെല്ലാം ആൾക്കാരെ മൃഗങ്ങളായി കഴിഞ്ഞു. അതായത് വെറുതെ തടിച്ച് കൊഴുത്ത് ജീവിക്കുന്ന ഒരു റോബയോട്ടിക് ആയിട്ടുള്ള മൃഗങ്ങളായി കഴിഞ്ഞു. അതായത് ടെസ്റ്റോസ്റ്ററോണും ഇല്ല, പുരുഷത്വവും ഇല്ല, ആണത്വവും ഇല്ല. അതോടൊപ്പം തന്നെ പെണ്ണുങ്ങളുടെ ഉള്ളിലെല്ലാം ഈ പറയുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ വരുന്നു, ഈ പറയുന്ന ടെസ്റ്റോസ്റ്ററോൺ കൂടി അവർക്ക് രോമവളർച്ച കൂടുന്നു. അതായത് ഈ സമസ്ത പ്രപഞ്ചത്തിലും എല്ലാവരെയും നശിപ്പിക്കാനുള്ള എല്ലാവിധ പദ്ധതികളും അവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതോടൊപ്പം ഇപ്പൊ ആന്റിബയോട്ടിക്സും ഏക്കാതായി. അപ്പോൾ ഇതെല്ലാം മുമ്പോട്ട് പോകുന്നത് വലിയൊരു ആപത്തിലേക്കാണ്. അപ്പോൾ ഈ ആപത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് 1955 റിലാക്സ് ഫോർസ് ആക്കുമെന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ അവന്റെ ഇമ്മ്യൂണിറ്റി കൂടും. ഓക്കെ, എന്റെ കുഞ്ഞിന്റെ കൂടെ പോലെ. അതോടൊപ്പം തന്നെ അവർ മേത്തും ഈ പറയുന്ന ശരീരത്തെല്ലാം അസുഖങ്ങൾക്ക് വേണ്ടി റിക്കവർ ചെയ്യുന്ന ഇതുപോലത്തെ ഐറ്റംസ് ആയിരിക്കും. അതായത് ഇലകളും പൂക്കളും ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന 50 വർഷം 60 വർഷമായിട്ടുള്ള ഈ പറയുന്ന ഒരു കില്ലിങ് തുടങ്ങിയിട്ട്, ഈ പറയുന്ന വിഡ്ഢികളുടെ ഈ പറയുന്ന മെഡിക്കൽ എന്നുള്ള ഒരു സിസ്റ്റം തുടങ്ങിയിട്ട്, അതിന് മുമ്പേ മനുഷ്യർ ജീവിച്ചിരുന്ന. ഓക്കെ, ആദിവാസികൾക്കൊന്നും ഈ പറയുന്ന ആന്റിബയോട്ടിക്സോ ഈ പറയുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ട. അപ്പൊ ആ ഒരു സിസ്റ്റം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നിസ്സാരമായിട്ട് സാധിക്കും. കാരണം 20 വർഷം മുമ്പ് എറണാകുളം ഇങ്ങനെയായിരുന്നു. ഓക്കെ, അതിൽ നിന്നും ആദ്യം ഈ പറയുന്ന എന്റെ ഈ കൺസ്ട്രക്ഷൻ, അതായത് റിലാക്സ് ഫോർസിന്റെ ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇത് എന്റെ മുറി, എന്റെ ഓഫീസ് റൂമിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്ന പത്രമാണ്. ഓക്കെ, അപ്പൊ ഈ ചിത്രം തന്നെയാണ് വരാൻ പോകുന്ന ഫ്യൂച്ചർ. അങ്ങനെ ആയാൽ മാത്രമേ ഇവിടെ ശ്വാസം, അല്ലെ, പ്രാണവായു, ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, ഇതെല്ലാം തന്ന് കുഞ്ഞുങ്ങളെ എല്ലാം സംരക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം ജീവജാലങ്ങളെ സംരക്ഷിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന വിഡ്ഢികളായ അപ്പുമാരെ എല്ലാം നിർത്തി റോഡ് പണിയെല്ലാം പറഞ്ഞ് വലിയ വലിയ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം കമ്മീഷൻ കിട്ടിയാൽ മതി. അപ്പൊ ആ വിഡ്ഢികളെയും തൂത്തുമാറണം. കാരണം അഴുക്കുള്ള സ്ഥലത്ത് ശുദ്ധമായ ഒരു പരിശുദ്ധമായ ഒരു വസ്തു കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. അപ്പോ ഈ അശുദ്ധിയായ ഈ പറഞ്ഞ അപ്പുമാരെല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം ശുദ്ധമാക്കാൻ. ഓക്കെ, അതാ ഞാൻ ആക്കും.